10 മാസമായി ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം തുടരുന്ന ഗസയിൽ നിന്ന് ഹൃദയം പിളരുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നത്. നെഞ്ച് തകരുന്ന കാഴ്ചകളാണ് കൺമുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രയാസമേകുന്നതാണ് കുരുന്നുകൾക്ക് നേരെയുള്ള കൊടും ക്രൂരതകളും അവരുടെ വേർപാടും. അത്തരമൊരു ഹൃദയഭേദകമായ സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസവും ഗസ സാക്ഷ്യം വഹിച്ചത്. അറ്റുനോറ്റു ജനിച്ച ഇരട്ട കുട്ടികൾ. 4 ദിവസം മുമ്പ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ആ കൺമണികളുടെ ജനനം രജിസ്റ്റർ ചെയ്യാനായി പിതാവ് സർക്കാർ ഓഫീസിലേക്ക് പോകുന്നു. ഈ സമയം സെൻട്രൽ ഗസയിലെ ദേർ അൽ ബലാഹിലുള്ള വീട്ടിൽ ഉമ്മയ്ക്കും മുത്തശ്ശിക്കുമൊപ്പം കഴിഞ്ഞ ആ പിഞ്ചോമനകൾക്ക് മേൽ ബോംബ് വന്നു വീഴുന്നു. കുഞ്ഞുങ്ങളുടെ പിതാവായ മുഹമ്മദ് അബു അൽ കുംസാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും പെൺകുട്ടിയായ ഐസലിനും ആൺകുട്ടിയായ അസറും ഭാര്യയും ഉമ്മയുമെല്ലാം കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ കുടുംബം വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്ത് തെക്ക് മേഖലയിൽ അഭയം തേടിയവരാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലപ്പെട്ട ഇരട്ടക്കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് കൈവശം വെച്ച് പൊട്ടിക്കരയുന്ന മുഹമ്മദിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. കുഞ്ഞുങ്ങളെയൊന്ന് ശരിക്കും ലാളിക്കാനോ അവർ ജനിച്ചതിൻ്റെ സന്തോഷം ആസ്വദിക്കാനോ പറ്റിയില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഹമ്മദ് പറയുന്നു. ഭാര്യ സിസേറിയനിലൂടെയാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത്. ജനനം രജിസ്റ്റർ ചെയ്യാനായി പ്രാദേശിക സർക്കാർ ഓഫീസിലെത്തിയപ്പോഴാണ് അയൽവാസികൾ വിളിച്ച് തൻ്റെ താൽക്കാലിക കിടപ്പാടത്തിന് നേരെ ബോംബാക്രമണം നടന്ന വിവരം അറിയിക്കുന്നതെന്നും മുഹമ്മദ് പറഞ്ഞു. യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ തന്നെ ഗസ നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സൈന്യത്തിൻ്റെ ഉത്തരവ് പിന്തുടർന്നാണ് കുടുംബം അവിടെ നിന്ന് പലായനം ചെയ്തതെന്ന് AP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ ആയിരക്കണക്കിന് കുട്ടികളുടെ ജീവനാണ് നഷ്ടമായത്. 2023 ഒക്ടോബർ 7 ശേഷം ഇതുവരെ 15,000-ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടതായി UN മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസ് അറിയിച്ചു. ഗസ കുട്ടികളുടെ ശ്മശാനമായി മാറിയിരിക്കുന്നതായും അവർ അറിയിച്ചു. യുദ്ധത്തിനിടയിൽ മാത്രം 115 ശിശുക്കൾ ജനിക്കുകയും പിന്നീട് കൊല്ലപ്പെടുകയും ചെയ്തെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഗസയിൽ സിവിലിയൻ കെട്ടിടങ്ങളും അഭയകേന്ദ്രങ്ങളും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട്. ശനിയാഴ്ച ഗസ സിറ്റിയിലെ ഫലസ്തീനികളുടെ അഭയകേന്ദ്രമായ അൽ തവീൻ സ്കൂളിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. അഭയാർത്ഥികൾ പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. 3 റോക്കറ്റുകളാണ് സ്കൂളിന് മുകളിൽ പതിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ഗസ മുനമ്പിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 10-ലേറെ പേർ കൊല്ലപ്പെടുകയും 3 മാസം പ്രായമുള്ള കുഞ്ഞു മാത്രം രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. തെക്കൻ നഗരമായ ഖാൻ യൂനിസിന് സമീപമുള്ള വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. റീം അബു ഹയ്യ എന്ന കുഞ്ഞിൻ്റെ മാതാപിതാക്കളും 5 മുതൽ 12 വയസ്സുവരെയുള്ള 5 സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 4 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 40,000-ആയി ഉയർന്നതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം 32 പേരെ കൊലപ്പെടുത്തുകയും 88 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരുടെ എണ്ണം 92,240 ആയതായും അധികൃതർ വ്യക്തമാക്കി.